പഞ്ചായത്ത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വൻ അക്രമ സംഭവങ്ങളാണ് ത്രിപുരയിൽ വ്യാപകമായി നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ പോകുന്ന CPM പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നിരവധി സ്ഥലങ്ങളിൽ CPM പ്രവർത്തകർ തിരിച്ചടിച്ചതിനെ തുടർന്ന് മാത്രമാണ് പത്രികാ സമർപ്പണം സാധ്യമായത്. സംസ്ഥാനത്തെ പോലീസ് BJP ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളും BJP അക്രമസംഘം തല്ലി തകർത്തിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങളിൽ BJP നേതാക്കളുടെ വീടുകൾ തന്നെ BJP ക്രിമിനൽ സംഘം പാർട്ടിയിലുള്ള ചേരിപ്പോരിനെ തുടർന്ന് ബുൾഡോസർ വെച്ച് തകർത്തു. ഇവിടെയെല്ലാം CPM നേതാക്കളും പ്രവർത്തകരും സഹായമായി എത്തുന്ന അവസ്ഥയാണ്. BJP ക്രിമിനൽ സംഘത്തിൻ്റെ അക്രമത്തിൽ സ്ത്രീകൾക്കും രക്ഷയില്ല. നിരവധി സ്ത്രീകളും ത്രിപുരയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആദിവാസി മേഖലകളിൽ നിന്നാണ് ഒരു വലിയ വിഭാഗം പ്രവർത്തകരും നേതാക്കളും BJP കൊടി ഉപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇവർക്ക് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ത്രിപുരയിലെ BJP ഭരണത്തിൽ വ്യാപകമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി. സംസ്ഥാനത്ത് സംഭവിക്കുന്ന വർഗീയ സംഘർഷങ്ങളുടെ എണ്ണത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിരവധി സ്ഥലങ്ങളിൽ ബൂത്ത് പിടുത്തവും കള്ളവോട്ടും നടന്നിരുന്നു. വരുന്ന പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനവികാരം തിരിച്ചടിയാകും എന്ന ഭയത്തിലാണ് ഭരണപക്ഷം. തിപ്ര മോർച്ച എന്ന പ്രാദേശിക കക്ഷിയുടെ പിന്തുണയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടായി മാറിയത്. ഇത്തവണ പരമാവധി പഞ്ചായത്ത് സമിതികളിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇടതുപക്ഷം. പഞ്ചായത്ത് ലോക്കൽ ബോഡി